നമസ്കാരം. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഐശ്വര്യമായ, തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രനാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗുണ്ടായിസം നടത്തുന്നവർ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ധാരാളം വീഡിയോകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും എഴുതാവുന്നതൊക്കെ എഴുതുന്നുണ്ട്. ഈ അവസരത്തിലാണ് അഡ്വക്കേറ്റ് ജി ഗോപിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിൽ ഒരു കാറും ബസ്സും നഗരവും മാതാവും. സച്ചിൻ എന്നാൽ ഇന്നലെ വരെ അത് തെണ്ടുൽക്കറും പൈലറ്റും ഒക്കെ ആയിരുന്നു. ക്രിക്കറ്റ് കളിക്കാരനും പിന്നെ നമ്മുടെ രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റും ഒക്കെ ഉണ്ടല്ലോ. ഇന്നത് സച്ചിൻ ദേവാണ്, ബാലുശ്ശേരിക്കാരൻ. ആ പേരിൽ ഒരു MLA ഉണ്ടെന്നും അത് ബഹുമാന്യയായ തിരുവനന്തപുരം നഗരമാതാവിൻ്റെ പതിയാണെന്നും കേരള ജനതയാകെ ഒറ്റ രാത്രി കൊണ്ട് അറിഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ജനപ്രതിനിധി പുകഴേറ്റേണ്ടത്? ഇങ്ങനെയൊക്കെയല്ലേ ഒരു ജനപ്രതിനിധി അറിയപ്പെടേണ്ടത്? ഇത്തരത്തിൽ വീരസ്യം കാട്ടാനായില്ലെങ്കിൽ ഇയാളെ ആരറിയാനാണ്? രാത്രി KSRTC ബസ്സിന് കുറുകെ കാർ പാർക്ക് ചെയ്ത് തടസ്സം സൃഷ്ടിച്ച് ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിക്കുകയും ബസ് യാത്രക്കാരെ വിരട്ടി ഇരുട്ടിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു വന്ന ജനാധിപത്യപരവും മനുഷ്യാവകാശ സംരക്ഷണപരവുമായ സൽക്കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട MLAയും മേയറും തികച്ചും അഭിനന്ദനാർഹർ എന്നതാണ് കന്റോൺമെൻറ്റ് പോലീസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ ഈ ദമ്പതികൾക്കെതിരെ നൽകിയ പരാതിയിൽ കേസില്ല. ബസ്സിന് കുറുകെ കാറിട്ട് തടസ്സം സൃഷ്ടിച്ച ദൃശ്യങ്ങൾ ചൂണ്ടി മേയർ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാം. ബസ്സിന് കുറുകെ കാറിട്ട് തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് അതിനെ ഉളുപ്പ് കെട്ട് നിഷേധിക്കാനുള്ള ചങ്കുറപ്പ് തീർച്ചയായും ഇരട്ടച്ചങ്കൻ്റെ പള്ളിക്കുടത്തിൽ നിന്ന് തന്നെയാകും മേയർ ആർജിച്ചിരിക്കുക. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് ഡ്രൈവർ മേയറുടെ ബന്ധുവായ സ്ത്രീയെ അശ്ലീല ആംഗ്യ വിക്ഷേപം കാട്ടിയെന്നും മേയർ ആരോപിക്കുന്നു. കാറിനെ മറികടന്നു പോകുന്ന ബസ്സിലെ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ കൈവിരൽ വിക്ഷേപങ്ങളെയും രാത്രിയുടെ ഇരുളിൽ കാറിനുള്ളിലിരുന്ന് ദർശിക്കാൻ കെൽപ്പുള്ള ആ മഹതിയുടെ കാഴ്ചശക്തി അപാരം തന്നെ. AC കാറിൽ സുഖയാത്ര പതിവാക്കിയ ആര്യപുത്രനും പുത്രിക്കും ഈ കൊടും വേനലിൽ ഡീസൽ പുകയുന്ന സാധാരണക്കാരൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി അർദ്ധരാത്രിയിൽ വഴിയിലിറങ്ങി പോകേണ്ടി വന്ന യാത്രക്കാർ തൽസ്ഥാനങ്ങളിൽ എത്തിയോ എന്ന ധാർമ്മിക ചിന്ത ഇതിനിടെ എപ്പോഴെങ്കിലും നിങ്ങളിൽ ഉണർന്നുവോ? ഉണ്ടാകില്ല. അധികാരത്തിൻ്റെയും സന്നാഹങ്ങളുടെയും പുളപ്പിൽ അർദ്ധരാത്രിയിൽ നാക്കുകൊണ്ട് മദ്ദളമടിച്ച് തളർന്ന നിങ്ങൾ അടുത്ത മണിക്കൂറിൽ പൊതുജനത്തിൻ്റെ ചെലവിലുള്ള ശീതീകരണ മുറിയിൽ സുഖനിദ്രയിൽ ആണ്ടിരിക്കും. അപ്പോഴും നിങ്ങൾ ഇറക്കിവിട്ട ബസ് യാത്രികരുടെ ദുരിതം അവസാനിച്ചിരിക്കില്ല എന്നാണ് ഗോപിദാസ് എഴുതിയിരിക്കുന്നത്. അതെ, ഇപ്പോഴും ഇങ്ങനെ പലതരത്തിലും മേയറെ വിമർശിച്ചുകൊണ്ടും വിമർശിച്ചേ ഉള്ളൂ ഒക്കെ തന്നെ പലതരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ മേയർ നന്നാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്.